നമസ്കാരം. ശിവഗിരി HSFM. പോയ വാരത്തിലെ വിശേഷങ്ങൾ അവതരിപ്പിക്കുന്നത് അനോന സിദ്ധു, യുവിക, സാന്ദ്ര. പോയ വാരത്തിലെ പ്രധാന വിശേഷങ്ങൾ. സിദ്ധാർത്ഥിന്റെ ജീവനെടുത്ത മർദ്ദനം, ആസൂത്രകൻ അറസ്റ്റിൽ. വിദ്യാഭ്യാസ ബില്ലിൽ കുടുങ്ങി, രാഷ്ട്രപതി അംഗീകാരം നിഷേധിച്ചു. സീറ്റ് വെച്ചുമാറി ലീഗ് സ്ഥാനാർത്ഥികൾ. ക്യാമ്പസുകളിൽ വ്യവസായ പാർക്ക്. അന്നം കാത്തുനിന്നവർക്കു നേരെ ഗാസയിൽ വെടിവെപ്പ്, 112 മരണം. ജാർഖണ്ഡ് ട്രെയിനിടിച്ച് 12 മരണം. പൊങ്കാല നീതിച്ച് ഭക്തലക്ഷങ്ങൾ. VIP ഇപ്പോഴും SSLC, വിവേചനം തീരാതെ ഹയർ സെക്കൻഡറി. ചുട്ടുപൊള്ളി കേരളം. പോയ വാരത്തിലെ പ്രധാന വിശേഷങ്ങൾ വിശദമായി. സിദ്ധാർത്ഥിന്റെ ജീവനെടുത്ത മർദ്ദനം, ആസൂത്രകൻ അറസ്റ്റിൽ. SFI സംഘത്തിന്റെ അതിക്രൂരമർദ്ദനത്തിൽ മനം നൊന്ത് വയനാട് പൂക്കോട് വെറ്റിനറി കോളേജ് വിദ്യാർത്ഥി സിദ്ധാർത്ഥ് ജീവനൊടുക്കിയ സംഭവത്തിൽ മുഖ്യ ആസൂത്രകൻ അഖിൽ അറസ്റ്റിലായി. കോളേജിലെ PG വിദ്യാർത്ഥിയാണ്. കോളേജ് യൂണിയൻ ചെയർമാനും SFI നേതാവുമായ K അരുൺ വ്യാഴാഴ്ച രാത്രി കൽപ്പറ്റ DYSPക്ക് മുന്നിൽ കീഴടങ്ങുകയും ചെയ്തു. അതേസമയം മകനെ കൊന്ന് കെട്ടിത്തൂക്കിയതാണെന്ന് ആരോപണത്തിൽ ഉറച്ചു നിൽക്കുകയാണ് കുടുംബം. SFI യൂണിറ്റ് ഭാരവാഹികളുൾപ്പെടെ യഥാർത്ഥ കുറ്റവാളികളെ പ്രതി ചേർത്തിട്ടില്ലെന്നും പറയുന്നു. വിദ്യാഭ്യാസ ബില്ലിൽ കുടുങ്ങി, രാഷ്ട്രപതി അംഗീകാരം നിഷേധിച്ചു. ചാൻസലർ സ്ഥാനത്തു നിന്ന് ഗവർണറെ മാറ്റാനാകില്ല. VC നിയമനത്തിൽ സർക്കാരിന് മേൽക്കൈ ലഭിക്കില്ല. ലോകായുക്ത ബില്ലിന് അംഗീകാരം നൽകിയത് സർക്കാരിന് ആശ്വാസമായെങ്കിലും വിദ്യാഭ്യാസ ബില്ലുകൾക്കെല്ലാം രാഷ്ട്രപതി അംഗീകാരം നിഷേധിച്ചു. ഇതിന് പ്രത്യേക കാരണമൊന്നും വ്യക്തമാക്കിയിട്ടില്ല. ബില്ലുകൾ അസെന്റ് വിത്ത് ഹോൾഡ് എന്നാണ് അറിയിച്ചതെങ്കിലും ഫലത്തിൽ ഇത് അനുമതി നിഷേധിക്കൽ തന്നെയാണെന്ന് നിയമവൃത്തങ്ങൾ ചൂണ്ടിക്കാട്ടി. ഈ ബില്ലുകൾക്ക് അംഗീകാരം നൽകാൻ ഉദ്ദേശിക്കുന്നില്ലെന്ന അർത്ഥത്തിലാണ് ഈ പ്രയോഗം. ഗവർണറെ ചാൻസലർ സ്ഥാനത്തു നിന്ന് മാറ്റുന്നതിനും ട്രിബ്യൂണൽ നിയമനത്തിനും സർവകലാശാലകളെ 2 ഗ്രൂപ്പായി തിരിച്ച് പ്രത്യേകം ബില്ലുകളാണ് പാസാക്കിയിരുന്നത്. ഇതിൽ ഒരു സെറ്റ് ബില്ലിനാണ് രാഷ്ട്രപതി അനുമതി നിഷേധിച്ചത്. സമാന സ്വഭാവത്തിലുള്ളതായതിനാൽ രണ്ടാം സെറ്റിലും മറിച്ചൊരു തീരുമാനത്തിന് സാധ്യതയില്ല. സഹകരണ സ്ഥാപനങ്ങളുടെ ഭരണസമിതികളിൽ അഡ്മിനിസ്ട്രേറ്റർമാർക്ക് വോട്ടവകാശം നൽകുന്ന ബില്ലിൽ രാഷ്ട്രപതിയുടെ തീരുമാനം വന്നിട്ടില്ല. മിൽമ ഭരണപക്ഷ സ്വാധീനത്തിലാക്കാൻ ഉദ്ദേശിച്ചുള്ളതായിരുന്നു ഈ ബിൽ. നിയമസഭ പാസാക്കിയ ഈ ബില്ലുകൾ ഗവർണർ പിടിച്ചുവച്ചിരിക്കുകയാണെന്ന് കാണിച്ച് സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിൽ കേസ് നൽകിയിരുന്നു. കോടതിയിൽ നിന്ന് പ്രതികൂല പരാമർശങ്ങൾ വന്നപ്പോഴാണ് ഗവർണർ അവ രാഷ്ട്രപതിക്ക് അയച്ചത്. അതിൽ ലോകായുക്ത ബില്ലിനാണ് അംഗീകാരം ലഭിച്ചത്. ഇത് അംഗീകരിക്കപ്പെട്ടത് സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ച് രാഷ്ട്രീയമായി വിജയമാണ്. എന്നാൽ നിലവിൽ സർക്കാരിന് ഭീഷണിയാകുന്ന വിധത്തിലുള്ള കേസുകളൊന്നും ലോകായുക്തയിലില്ല. സീറ്റ് വെച്ചുമാറി ലീഗ് സ്ഥാനാർത്ഥികൾ. കോൺഗ്രസ് 16 സീറ്റിൽ മത്സരിക്കും. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗിന് 3ാം സീറ്റില്ല. രാജ്യസഭാ സീറ്റ് പകരമായി നൽകും. മലപ്പുറത്ത് പൊന്നാനിയിലും ലീഗ് മത്സരിക്കും. ഇത്തവണ ലീഗ് സ്ഥാനാർത്ഥികൾ സീറ്റ് വെച്ചുമാറിയിട്ടുണ്ട്. പൊന്നാനിയിൽ സമദാനിയിലും മലപ്പുറത്ത് ED മുഹമ്മദ് ബഷീറും മത്സരിക്കും. കഴിഞ്ഞ തവണ നേരെ തിരിച്ചായിരുന്നു. കോൺഗ്രസ് 16 സീറ്റിലാണ് മത്സരിക്കുക. ഇത്തവണ രാജ്യസഭാ സീറ്റ് ലീഗിന് നൽകുന്നതിന് പകരമായി പിന്നീട് വരുന്ന രാജ്യസഭാ സീറ്റ് കോൺഗ്രസ് എടുക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. ക്യാമ്പസുകളിൽ വ്യവസായ പാർക്ക്. വിദ്യാർത്ഥികൾക്ക് പഠനത്തോടൊപ്പം വ്യവസായം, ജോലി എന്ന ലക്ഷ്യത്തോടെ ക്യാമ്പസുകളിൽ വ്യവസായ പാർക്ക് തുടങ്ങും. ഇതിനു മന്ത്രിസഭാ യോഗം അംഗീകാരം നൽകി. രാജ്യത്ത് ആദ്യമാണിത്. കുറഞ്ഞത് 5 ഏക്കർ ഭൂമിയുള്ള സർവകലാശാലകൾ, കോളേജുകൾ, പോളിടെക്നിക്കുകൾ, ITIകൾ തുടങ്ങിയവയ്ക്ക് പാർക്കുകൾ തുടങ്ങാം. സ്റ്റാൻഡേർഡ് ഡിസൈൻ ഫാക്ടറികൾക്ക് 2 ഏക്കർ മതിയാവും. ഈ സാമ്പത്തിക വർഷം 25 തുടങ്ങാനാണ് ആലോചനയെന്ന് മന്ത്രി P രാജീവ് പറഞ്ഞു. 70ലധികം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും 2 യൂണിവേഴ്സിറ്റികളും താൽപ്പര്യമറിയിച്ചു. അനുമതി ലഭിക്കുന്നവയ്ക്ക് റോഡുകൾ, വൈദ്യുതി, മാലിന്യ നിർമ്മാർജ്ജനം തുടങ്ങിയവയ്ക്കായി 1.5 കോടി വരെ സർക്കാർ അനുവദിക്കും. പാർക്കുകളിലെ ഉൽപാദന യൂണിറ്റുകൾക്ക് ധനസഹായവും പരിഗണിക്കുന്നു. അന്നം കാത്തുനിന്നവർക്കു നേരെ ഗാസയിൽ വെടിവെപ്പ്, 112 മരണം. വ്യാഴാഴ്ച രാവിലെ വടക്കൻ ഗാസയിലെ പ്രധാന നഗരമായ ഗാസ സിറ്റിയിലെ ഭക്ഷണ വിതരണ കേന്ദ്രത്തിൽ കാത്തുനിന്നവർക്കു നേരെ ഇസ്രായേൽ നടത്തിയ വെടിവെപ്പിൽ 112 പേർ കൊല്ലപ്പെട്ടു. 700-ലേറെ പേർക്ക് പരിക്കേറ്റു. ഇതോടെ 5 മാസത്തോടടുക്കുന്ന യുദ്ധത്തിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 30,000 കടന്നു.
ടാങ്കുകൾക്ക് തൊട്ടടുത്തേക്ക് ആൾക്കൂട്ടം ഇരച്ചെത്തിയപ്പോൾ സൈന്യത്തിന് ഭീഷണിയാകുമെന്ന് തോന്നി. ഇതാണ് വെടിയുയർത്തിക്കാൻ കാരണമെന്ന് ഇസ്രായേൽ സൈന്യം പറഞ്ഞു. സംഭവത്തെക്കുറിച്ച് പരിശോധിക്കുമെന്ന് ഇസ്രായേൽ സൈന്യം അറിയിച്ചു. യുദ്ധക്കുറ്റങ്ങളുടെ ചരിത്രത്തിലെ തന്നെ അസാധാരണമായ കൂട്ടക്കൊലയാണ് നടന്നതെന്ന് പലസ്തീൻ ഭരണകൂടം ആരോപിച്ചു. ജാർഖണ്ഡിൽ ട്രെയിൻ ഇടിച്ച് 12 മരണം. ജാർഖണ്ഡിൽ ട്രെയിൻ ഇടിച്ച് വൻ അപകടം. അപകടത്തിൽ 12 പേർ മരിച്ചതായാണ് റിപ്പോർട്ട്. നിരവധി പേർക്ക് പരിക്കേറ്റു. 2 പേരുടെ മരണമാണ് ഇതുവരെ അധികൃതർ സ്ഥിരീകരിച്ചതെങ്കിലും 12 പേർ മരിച്ചതായി പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. രാത്രിയോടെ ജാർഖണ്ഡിലെ ജംതാര ജില്ലയിലാണ് അപകടമുണ്ടായത്. യാത്രക്കാർ സഞ്ചരിച്ച ട്രെയിനിൽ തീപിടുത്തമുണ്ടായെന്ന് കേട്ട് റെയിൽവേ ട്രാക്കിലേക്ക് യാത്രക്കാർ ചാടുകയായിരുന്നു. ട്രാക്കിലേക്ക് ചാടിയ യാത്രക്കാരെ ട്രാക്കിലൂടെ വരികയായിരുന്നു. മറ്റൊരു ട്രെയിൻ ഇടിച്ചാണ് അപകടം. ഇവരെ ട്രെയിൻ ഇടിച്ച് തെറിപ്പിക്കുകയായിരുന്നുവെന്നാണ് വിവരം. പൊങ്കാല നീതിച്ച് ഭക്തലക്ഷങ്ങൾ. അനന്തപുരിയാകി അമ്പലമുറ്റം പോലെ പ്രാർത്ഥനാഭരിതമായി. വരദായിനിയായ ആറ്റുകാലമ്മ എങ്ങും നിറഞ്ഞു നിന്നു. വെയിൽ തിളച്ചു തുടങ്ങവേ പൊങ്കാല അടുപ്പുകളിൽ അഗ്നി ജ്വലിച്ചു. അപ്പോൾ സമയം 10:40 കഴിഞ്ഞിരുന്നു. ആറ്റുകാൽ ദേവി ക്ഷേത്രത്തിൽ നിന്നും 10 കിലോമീറ്റർ ചുറ്റുവളവിൽ വരെ പൊങ്കാല അടുപ്പുകൾ നിരന്നു. തലേ ദിവസം തന്നെ നിരത്തുകളിൽ അടുപ്പൊരുക്കി ദേവിയെ ധ്യാനിച്ച് കാത്തിരുന്നത് ആയിരങ്ങളാണ്. കുംഭത്തിലെ പൂരം നാളിലെ പൊങ്കാല ദിനത്തിൽ പുലർച്ചെ നട തുറക്കും മുൻപേ ദർശനത്തിനായി ആയിരങ്ങൾ നിരന്നിരുന്നു. VIP ഇപ്പോഴും SSLC, വിവേചനം തീരാതെ ഹയർ സെക്കൻഡറി. കോളേജുകളിലെ പ്രീ ഡിഗ്രി വേർപെടുത്തി സ്കൂളുകളുടെ ഭാഗമായി ഹയർ സെക്കൻഡറി തുടങ്ങി 1/4 നൂറ്റാണ്ട് കഴിഞ്ഞിട്ടും പൊതുപരീക്ഷകളിൽ VIP ഇപ്പോഴും SSLC തന്നെ. ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി ഏകീകരണം അടുത്ത അധ്യയന വർഷം പൂർത്തിയാക്കാൻ കിണഞ്ഞു ശ്രമിക്കുമ്പോഴും ചോദ്യപേപ്പർ സൂക്ഷിക്കുന്നതിലടക്കം സർക്കാർ വിവേചനം തുടരുന്നതിലെ രോഷത്തിലാണ് അധ്യാപകർ. വേർതിരിവിങ്ങനെ. SSLC 1. ചോദ്യപേപ്പർ പോലീസ് കാവലോടെ ട്രഷറികളിലും ബാങ്കുകളിലുമായി ലോക്കറിൽ സൂക്ഷിക്കുന്നു. പരീക്ഷാ ദിനങ്ങളിൽ പോലീസ് അകമ്പടിയോടെ സ്കൂളിൽ എത്തിക്കും. 2. ഇൻവിജിലേറ്റർമാരെ നിശ്ചയിക്കുന്നതിലും ഉത്തര കടലാസുകളുടെ കൈകാര്യം ചെയ്യുന്നതിലുമൊക്കെ അതിജാഗ്രത. 3. ചോദ്യപേപ്പർ അച്ചടിയും വിതരണവുമൊക്കെ കാര്യക്ഷമമായി പൂർത്തീകരിച്ചു. ഹയർ സെക്കൻഡറി 1. ചോദ്യപേപ്പർ സ്കൂളുകളിലെ ഓഫീസ് മുറിയിൽ അലമാരിയിൽ സൂക്ഷിക്കണം. പ്രിൻസിപ്പലിനാണ് ഉത്തരവാദിത്വം. സുരക്ഷയുറപ്പാക്കാൻ പോലീസിനും വാച്ച്മാനും നിയോഗിക്കാൻ സ്കൂളിലും നിർദ്ദേശമുണ്ടെങ്കിലും നടപ്പാവാറില്ല. ഭൂരിപക്ഷം സ്കൂളുകളിലും വാച്ച്മാൻ ഇല്ല. ലാബ് അസിസ്റ്റന്റ്മാരാണ് കാവൽ നിൽക്കാറുള്ളത്. അതവരുടെ ജോലിയുമല്ല. അവർ കോടതിയെ സമീപിച്ച് അതൊഴിവാക്കാനുള്ള ഉത്തരവും സമ്പാദിച്ചു. 2. ഇൻവിജിലേഷൻ ഡ്യൂട്ടിക്ക് ഹയർ സെക്കൻഡറി അധ്യാപകർ തികയില്ല. മറ്റ് സ്കൂളുകളിലെ അധ്യാപകരുടെ പട്ടിക നൽകുമെങ്കിലും പലരും തയ്യാറാവില്ല. DEO RDD ഏകോപനമില്ലാത്തതിനാൽ ഇൻവിജിലേറ്റർമാരെ കണ്ടെത്തലും പ്രിൻസിപ്പാലിന്റെ ബാധ്യത. പരീക്ഷാ തലേന്നും നെട്ടോട്ടം. 3. ഗഡുക്കളായാണ് ഈ വർഷം +1 ചോദ്യപേപ്പർ അച്ചടിയും വിതരണവും. ചുട്ടുപൊള്ളി കേരളം. 4 ഡിഗ്രി വരെ താപനില ഉയരും. 5 ജില്ലകൾ കൊടുംചൂടിൽ. സംസ്ഥാനത്ത് കൊല്ലം, ആലപ്പുഴ, കോട്ടയം, പാലക്കാട്, കോഴിക്കോട് ജില്ലകളിൽ ഉയർന്ന താപനില 37 ഡിഗ്രി സെൽഷ്യസ് വരെയും തിരുവനന്തപുരം, എറണാകുളം, തൃശ്ശൂർ, കണ്ണൂർ ജില്ലകളിൽ ഉയർന്ന താപനില 36 ഡിഗ്രി സെൽഷ്യസ് വരെയും ഉയരാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കൊടും ചൂട് പ്രവചിക്കപ്പെട്ടിട്ടുള്ള 5 ജില്ലകളിലും നിലവിൽ തന്നെ ജലദൗർലഭ്യം രൂക്ഷ പ്രശ്നമായി മാറിയിട്ടുണ്ട്. ഈ ജില്ലകളിലെ ഗ്രാമപ്രദേശങ്ങളിൽ കുടിവെള്ളം ക്ഷാമം രൂക്ഷമായി തുടരുകയാണ്. കാർഷിക വിളകൾ ഏറെയും ഇവിടെ കരിഞ്ഞുണങ്ങിക്കഴിഞ്ഞു. കടുത്ത വേനലിന് ശമനമുണ്ടാകുന്ന രീതിയിൽ തുടർച്ചയായി 2 ദിവസമെങ്കിൽ മഴ ലഭിച്ചാൽ മാത്രമേ ഈ അവസ്ഥയിൽ നിന്ന് ഒരു മോചനമുണ്ടാവുകയുള്ളൂ. സംസ്ഥാനം തന്നെ കൊടും വരൾച്ചയുടെയും കൂടി താപനിലയുടെയും പിടിയിൽ അമർന്നു കഴിഞ്ഞു. പോയ വാരത്തിലെ പ്രധാന വിശേഷങ്ങൾ ഒരിക്കൽ കൂടി. സിദ്ധാർത്ഥിന്റെ ജീവനെടുത്ത മർദ്ദനം, ആസൂത്രകൻ അറസ്റ്റിൽ. വിദ്യാഭ്യാസ ബില്ലിൽ കുടുങ്ങി. രാഷ്ട്രപതി അംഗീകാരം നിഷേധിച്ചു. സീറ്റ് വെച്ചുമാറി ലീഗ് സ്ഥാനാർത്ഥികൾ. ക്യാമ്പസുകളിൽ വ്യവസായ പാർക്ക്. അന്നം കാത്തുനിന്നവർക്കു നേരെ ഗാസയിൽ വെടിവെപ്പ്. 112 മരണം. ജാർഖണ്ഡിൽ ട്രെയിൻ ഇടിച്ച് 12 മരണം. പൊങ്കാല നീതിച്ച് ഭക്തലക്ഷങ്ങൾ. VIP ഇപ്പോഴും SSLC, വിവേചനം തീരാതെ ഹയർ സെക്കൻഡറി. ചുട്ടുപൊള്ളി കേരളം. പോയ വാരത്തിലെ പ്രധാന വിശേഷങ്ങൾ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.
പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ ശിവഗിരി HSFM കേൾക്കൂ. ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകൂ, സമ്മാനങ്ങൾ നേടൂ. ഉത്തരങ്ങൾ അയക്കേണ്ട വാട്സപ്പ് നമ്പർ 94 97 26 72 72. ശിവഗിരി HSFM 133-ാമത് ആഴ്ചയിൽ നടത്തിയ ചോദ്യോത്തരത്തിൽ വിജയിയായത് 8ാം ക്ലാസ് B ഡിവിഷനിലെ ശില്പയ്ക്ക് ശിവഗിരി HSFMന്റെ അഭിനന്ദനങ്ങൾ. 133-ാമത് ആഴ്ചയിലെ ചോദ്യം ഇതായിരുന്നു: ലോക മാതൃഭാഷാ ദിനമായ ഫെബ്രുവരി 21-ന് മാതൃഭാഷയ്ക്ക് വേണ്ടി ജീവൻ ബലിയർപ്പിക്കപ്പെട്ട രാജ്യസ്നേഹികളുടെ സ്മാരകം അറിയപ്പെടുന്ന പേര്? ഉത്തരം ഷഹീദ് മിനാർ. പ്രിയ ശ്രോതാക്കളെ, നിങ്ങൾക്കുള്ള ചോദ്യം ഇതാ: കേരള സംസ്ഥാനത്തെ പ്രതിപക്ഷ നേതാവാര്? ഉത്തരങ്ങൾ അയക്കേണ്ട വാട്സപ്പ് നമ്പർ 94 97 26 72 72. മാന്യശ്രോതാക്കൾക്ക് വന്ദനം. ഇന്നത്തെ ഗാനലോകം പരിപാടിയിൽ ഒരു തമിഴ് ഗാനം കേൾക്കാം. അവതരണം ദിയാദീപൻ. சிறுக சிறுக உன்னை என்னை தொலைத்து மொழி சொல்லவா, சொல்லா சொல்லும் என்னை வாட்டும் ரணவும் தேனலவா, நெஞ்சில் சில் 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 காதில் தில் 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 தா, கண்ணத்தில் முத்தமிட்ட கண்ணத்தில் முத்தமிட்டால், நெஞ்சில் சில் 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 காதில் தில் 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 தா, கண்ணத்தில் முத்தமிட்ட கண்ணத்தில் முத்தமிட்டால், உனக்குள் நானே உருகும் இரவில் உள்ளத்தை நான் சொல்லவா, சிறுக சிறுக உன்னில் என்னை தொலைத்து மொழி சொல்லவா, சொல்லா சொல்லும் என்னை வாட்டும் ரணவும் தேனலவா, சொல்லா சொல்லும் என்னை வாட்டும் ரணவும் தேனலவா, மின்னும் பரிசரல் உன் நெஞ்சில் சேர்த்தாலே, கண்ணில் உன்னை வைத்து பெண் தொய்த்து கொண்டாலே, வெண்ணிலா தூவின் தேங்காதல் சொன்னாலே, மல்லிகை வாசம் உன் பேச்சு கொண்டாலே, பொன்மானிவளா உன் மானவிலா உன் வானவிலா, உனக்குள் நானே உருகும் இரவில் உள்ளத்தை நான் சொல்லவா, சிறுக சிறுக என்னை தொலைத்து மொழி சொல்லவா, சொல்லா சொல்லும் என்னை வாட்டும் ரணவும் தேனலவா, நெஞ்சில் சில் 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 காதில் தில் 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 தா, கண்ணத்தில் முத்தமிட்டார் கண்ணத்தில் முத்தமிட்டார், நெஞ்சில் சில் 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 காதில் தில் 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 தா, கண்ணத்தில் முத்தமிட்டார் கண்ணத்தில் മുത്തമിട്ടാൽ. അടുത്ത ശനിയാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്ക് കൂടുതൽ വിശേഷങ്ങളുമായി വീണ്ടും ഞങ്ങൾ എത്തും. ഇന്നത്തെ ശിവഗിരി HSFM വിശേഷങ്ങൾ അവസാനിച്ചു. നന്ദി.